ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലത്തീൻ വേദപാഠകം സാധാരണ കാലം 19 ഞായർ. മത്തായിയുടെ സുവിശേഷം 14 അധ്യായം 22 മുതലുള്ള വാക്യങ്ങളാണ് 33 വരെ. ഈശോ മിശിഹ യേശുക്രിസ്തു വെള്ളത്തിന് മീതെ നടക്കുന്ന രംഗവും പത്രോസ് ഈശോയെ അനുകരിച്ചുകൊണ്ട് കടലിന് മീതെ നടക്കുന്ന രംഗവുമാണ് അവിടെ കാണുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു ഈ ആദ്യത്തെ അപ്പം വർധന 14 അധ്യായത്തിൽ. ഇതിന് തൊട്ട് മുമ്പുള്ള രംഗം 5 അപ്പം കൊണ്ട് സ്ത്രീകളും കുട്ടികളും ഒഴികെ 5000 പുരുഷന്മാർക്ക് ഭക്ഷണം കൊടുത്തതാണ്. അതിന് തൊട്ട് പിന്നാലെ വരുന്നതാണ് ഈ വെള്ളത്തിന് മീതെ നടക്കുന്ന കടലിന് മീതെ നടക്കുന്ന രംഗം. എന്താണ് ഈ എല്ലാ സുവിശേഷങ്ങളിലും ഈ അപ്പം വർധന കഴിഞ്ഞിട്ട് അതിന് പിന്നാലെ വരുന്നത് ഈ വെള്ളത്തിന് മീതെ അല്ലെങ്കിൽ കടലിന് മീതെ നടക്കുന്ന രംഗമാണ്. എന്താണ് ഈ കടലിന് മീതെ കർത്താവ് നടക്കാൻ കാരണം? അത്ഭുതങ്ങൾ ചെയ്യാനായിട്ട് വിസമ്മതിക്കുകയല്ല, ഒരു താല്പര്യക്കുറവുണ്ടായിരുന്നു കർത്താവിന്. അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്, ധാരാളം അത്ഭുതം ചെയ്തിട്ടുണ്ട്. എങ്കിലും അത്ഭുതം ചെയ്യാൻ കർത്താവിന് അത്ര താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തിനാണ് ഈ കടലിന് മീതെ നടക്കുക എന്നൊരു അത്ഭുതം കർത്താവ് ചെയ്യാൻ തയ്യാറായത്? ഈ അപ്പം വർധനവ് കഴിഞ്ഞിട്ട് എന്തായിരുന്നു പ്രതികരണം? ജനങ്ങളുടെ പ്രതികരണവും സ്ലീഹന്മാരുടെ പ്രതികരണവും മർക്കോസിന്റെ സുവിശേഷത്തിൽ പറയുകയാണ്, ജനങ്ങളെ പിരിച്ചുവിടുന്നതിന് മുമ്പ് അവൻ സ്ലീഹന്മാരെ പിരിച്ചുവിട്ടു, അപ്പസ്വലന്മാരെ പിരിച്ചുവിട്ടു. ഈ സ്ത്രീകളും കുട്ടികളും ഒഴികെ 5000 പുരുഷന്മാർ, അപ്പോൾ വളരെ വലിയ ജനക്കൂട്ടമാണ്. ആ ജനക്കൂട്ടത്തെ ഡിസ്മിസ് ചെയ്യുന്നതിന് മുമ്പ് സ്ലീഹന്മാരെ പിരിച്ചുവിട്ടു. മർക്കോസ് അങ്ങനെ പറയുന്നത് 6-ാമത്തെ അധ്യായം. അതിന് കാരണം യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിലുണ്ട്. അവർ അവനെ പിടിച്ച് രാജാവാക്കാൻ ശ്രമിച്ചു. ഇപ്പം നമ്മളൊരു സർക്കാരിന് വോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? മുമ്പത്തെ ഒരു സർക്കാർ നമ്മൾ വോട്ട് ചെയ്തു എന്നാണ് കിറ്റ് കിട്ടിയതിൻ്റെ പേരിൽ. അങ്ങനെ നമുക്കെല്ലാം കിറ്റ് കിട്ടിയതിൻ്റെ പേരിലാണ് നമ്മുടെ തന്നെ പണം ഉപയോഗിച്ച് നമുക്ക് കിറ്റ് തന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്ക് അത് അങ്ങവരുടെ ഔദാര്യമാണെന്ന് വിചാരിച്ച് അങ്ങോട്ട് വോട്ട് ചെയ്തു. അങ്ങോട്ടൊക്കെ മനസ്സിലായി ഇവരൊക്കെ മണ്ടന്മാരാണ്. അതുകൊണ്ട് അദ്ദേഹം നന്നായിട്ട് തന്നെ കിക്ക് ചെയ്തു. 1 രൂപയ്ക്ക് അരി, 5 രൂപയ്ക്ക് അരി, ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഉണ്ട്. അതിനകത്ത് പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഉണ്ട്. അതായത് സൗജന്യമായി കിട്ടുക, ഇത് ഭക്ഷണം സൗജന്യമായിട്ട്, അപ്പവും മീനും ഒക്കെ സൗജന്യമായിട്ട്. അപ്പോൾ ഇവനല്ലാണ്ട് പിന്നെ ആരെയാണ് സർക്കാർ ഉണ്ടാക്കേണ്ടത്? അവനെ പിടിച്ച് രാജാവാക്കാൻ ശ്രമിക്കുന്നു. രാജാവാക്കാൻ, അതായത് ഒരു രാഷ്ട്ര തലവനാക്കാനായിട്ട് ഒരു ശ്രമമാണ്. കർത്താവിനെ രാജാവാക്കാൻ ശ്രമിക്കുന്നു. ആരാണ്? ഫുൾട്ടൻ ജെക്ഷൻ എന്ന മെത്രാൻ പറയുന്നത് അത് മിക്കവാറും യൂദാസിന്റെ നേതൃത്വത്തിലാണെന്നാണ്. എങ്ങനെയാണ് അദ്ദേഹം ഒരു നിഗമനത്തിലെത്തുന്നത്? ഈ 6-ാമത്തെ അധ്യായത്തിൽ, യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ അവസാനിക്കുന്നത് കർത്താവ് ഭയങ്കര രൂക്ഷമായിട്ട് സംസാരിച്ചുകൊണ്ടാണ്. നിങ്ങൾ 12 പേരെ ഞാൻ തെരഞ്ഞെടുത്തില്ലേ, നിങ്ങളിൽ ഒരുവൻ പിശാചാണ്. അവനിത് പറഞ്ഞത് തന്നെ ഒറ്റക്കൊടുക്കാനിരുന്ന യൂദാസ്കറിയത്തെ കുറിച്ചാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് കർത്താവ് അവനെ പിശാച് എന്ന് വിളിക്കുന്നത്? യൂദാസിനെ പിശാച് എന്നാണ് കർത്താവ് വിളിക്കുന്നത്. നമ്മളിപ്പം തെറിയൊക്കെ വിളിക്കുന്ന പോലെ അത്രയും മോശപ്പെട്ടൊരു വാക്കല്ലേ അല്ലേ? നമ്മൾ അസത്തെ, സാത്താനെ എന്നൊക്കെ പറയും. പത്രോസിനെ സാത്താൻ എന്ന് വിളിച്ചിട്ടുണ്ട് കർത്താവ്. യൂദാസിനെ പിശാച് എന്ന് വിളിച്ചിട്ടുണ്ട്. പിശാച് എന്ന് വിളിക്കുന്നത് ഈ 6-ാമത്തെ അധ്യായത്തിലാണ്. അപ്പോൾ യൂദാസിന്റെ നേതൃത്വത്തിലായിരിക്കണം ഈ രാജാവാക്കാൻ ശ്രമിച്ചതെന്നാണ് ഫുൾട്ടൻ ജെക്ഷൻ എന്ന മെത്രൻ പറയുന്നത്. എനിക്കതുകൊണ്ട് യോജിക്കാനാണ് തോന്നുന്നത്. അപ്പോൾ കർത്താവിനെ പിടിച്ച് രാജാവാക്കാൻ ശ്രമിക്കുന്നു. കാരണം എന്താ? അവൻ സൗജന്യമായിട്ട് അപ്പം വിതരണം ചെയ്യുന്നു, സൗജന്യമായിട്ട് മീൻ വിതരണം ചെയ്യുന്നു. മീനൊക്കെ ഇപ്പം എന്താ വില? അപ്പോൾ സൗജന്യമായിട്ട് മീൻ കിട്ടുക, സൗജന്യമായിട്ട് അപ്പം കിട്ടുക. പിന്നെ വേറെ ആരെയാണ് സർക്കാർ ഉണ്ടാക്കാൻ നോക്കേണ്ടത്? സർക്കാർ ഉണ്ടാക്കാൻ ക്ഷണിക്കേണ്ടത്? ഇവനെ പിടിച്ച് രാജാവാക്കുക. അപ്പോൾ അപ്പം വർദ്ധിപ്പിച്ചതിൻ്റെ ലക്ഷ്യം തെറ്റിദ്ധരിക്കപ്പെട്ടു. കർത്താവ് എന്തിനാണ് അപ്പം വർദ്ധിപ്പിച്ചത് എന്ന ആ ലക്ഷ്യത്തിൽ നിന്നും മാറിപ്പോയി ജനങ്ങളുടെ കാര്യം. ജനങ്ങളും തെറ്റിദ്ധരിച്ചു, ജനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട സ്ലീഹന്മാരും തെറ്റിദ്ധരിച്ചു. സ്വാഭാവികമായി ഇങ്ങനെ തെറ്റിദ്ധരിക്കുമ്പോൾ കർത്താവ് എന്താ ചെയ്യുക? പിതാവിനോട് സംസാരിക്കാൻ വേണ്ടി മലമുകളിലേക്ക് പോകും. അങ്ങനെ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ട്, സ്ലീഹന്മാരെ പിരിച്ചുവിട്ട് കർത്താവ് മലമുകളിലേക്ക് പോയി. എന്തിനാ? പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും ചർച്ച ചെയ്യാൻ. സാധാരണഗതിയിൽ 3 മണിക്കൂർ സന്ധ്യയ്ക്കും 3 മണിക്കൂർ പുലർച്ചെയാണ് കർത്താവ് പ്രാർത്ഥിച്ചിരുന്നത്. വളരെ ചുരുക്കം സന്ദർഭങ്ങളിൽ രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു രാത്രി പ്രാർത്ഥനയാണിത്. രാത്രി മുഴുവൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരു ചർച്ചയിലാണ്. എന്താണ് ചർച്ച? ഈ തെറ്റിദ്ധാരണ എങ്ങനെ മാറ്റാം? അപ്പം വർധനയുടെ ലക്ഷ്യം എങ്ങനെ വീണ്ടെടുക്കാം? കാരണം സ്ലീഹന്മാരും ജനങ്ങളും തന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക, തന്നെ രാജാവാക്കാൻ ശ്രമിക്കുക. താൻ മാനുഷികമായിട്ടുള്ള ഒരു ഭരണാധികാരി അല്ല, എക്കോണമി കൈകാര്യം ചെയ്യുന്ന ഒരു ഭരണാധികാരി അല്ല.
അതല്ല കർത്താവിൻ്റെ ലക്ഷ്യം. മനുഷ്യരക്ഷയാണ് കർത്താവിൻ്റെ ലക്ഷ്യം, ഇഹലോകത്ത് സമ്പൽ സമൃദ്ധി അല്ല. അപ്പം ഇത് തിരുത്തേണ്ടതുണ്ട്. തിരുത്താൻ എന്താ മാർഗം? താൻ ലൗകിക രാജാവല്ല, ഇഹലോകത്തിൻ്റെ രാജാവല്ല, ഒരു ദേശരാഷ്ട്രം ഭരിക്കുന്ന ഒരു ഭരണാധികാരി അല്ല, സർക്കാർ ഉണ്ടാക്കാൻ പോകുന്ന ഒരാളല്ല എന്ന് സ്ലീഹന്മാരെ ബോധ്യപ്പെടുത്തണം. സ്ലീഹന്മാരാണ് കൂടുതൽ അപകടകാരികൾ. അവരുടെ നേതൃത്വത്തിലാണ് കർത്താവിൻ രാജാവാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? നിങ്ങൾ വള്ളത്തിൽ കയറി പൊയ്ക്കൊന്നും പറഞ്ഞ കർത്താവ് മലമുകളിൽ പോയി പിതാവിനോടും പരിശുദ്ധാത്മാവും ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തി. അവർ പരിശുദ്ധ തൃത്വം ഒരു തീരുമാനത്തിലെത്തി. എന്താണ്? താൻ ദൈവമാണ് എന്ന കാര്യം. മാനുഷിക രാജാവല്ല, ഒരു ലൗകിക രാജാവല്ല, അങ്ങനെയുള്ള ഒരു എക്കോണമി, ഈ സമ്പൽ സമൃദ്ധിയൊക്കെ ഗ്യാരണ്ടി ചെയ്യുന്ന അങ്ങനെയുള്ളൊരു രാജാവല്ല എന്ന് ബോധ്യപ്പെടുത്തണം. മറിച്ച് താൻ ദൈവമാണെന്ന് ബോധ്യപ്പെടുത്തണം. ദൈവമാണെന്ന് ബോധ്യപ്പെടുത്താൻ എന്താ മാർഗം? കടലിൻ്റെ മീതെ നടക്കുക. കടലിൻ്റെ മീതെ നടക്കാൻ കഴിവുള്ളവൻ ദൈവമാണെന്ന് പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. കടലിൻ്റെ മീതെ നടക്കാൻ കഴിവുള്ളവൻ, കടലിനെ നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ ദൈവമാണ്. അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടി എടുത്ത തീരുമാനമാണ് ഈ കടലിന് മീതെ നടന്ന് സ്ലീഹമ്മയുടെ അടുത്ത് എത്തുക. അപ്പോൾ അവൻ വെറും രാജാവല്ലെന്നും ദൈവമാണെന്നും ഒരു സൂചന കൊടുക്കുക, ഒരു അടയാളം കൊടുക്കുക, ഒരു അത്ഭുതം കൊടുക്കുക. ദൈവമാണെന്ന് വ്യക്തമാക്കാനുള്ള ഒരു അടയാളം. ഇതാണ് കടലിന് മീതെ നടക്കുന്നത്. ഈ അപ്പം വർധന എന്ന മഹാത്ഭുതത്തെ തെറ്റിദ്ധരിച്ചപ്പോൾ ആ തെറ്റിദ്ധാരണ, സ്ലീഹന്മാരുടെ തെറ്റിദ്ധാരണ തിരുത്താൻ വേണ്ടിയാണ് കർത്താവ് കടലിന് മീതെ നടക്കുന്നത്. ഞാൻ അനേകം സാധ്യതകളിൽ ഒരു സാധ്യത നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. തീർച്ചയായിട്ടും പത്രോസ് ഈശോയെ അനുകരിച്ചുകൊണ്ട് കടലിൽ മീതെ നടക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, മുങ്ങിപ്പോകുന്നുണ്ട്, കർത്താവ് രക്ഷിക്കാൻ പറയുന്നുണ്ട്. അത് വലിയൊരു സംഭവമാണത്. നമ്മൾ അതിൻ്റെ വിശദാംശങ്ങൾക്ക് നമ്മൾ കടക്കുന്നില്ല. ആരാണ് ഈശോ? യഹോവ സാക്ഷികൾ പറയാണ് അവൻ ദൈവപുത്രനാണ്, പക്ഷേ ദൈവമല്ല. ദൈവപുത്രനൊക്കെയാണ്, പക്ഷേ ദൈവമല്ല. ഇതാണ് യഹോവ സാക്ഷികൾ പറയണേ. തോമാസിലേക്ക് എന്താ പറഞ്ഞത്? ഈശോയെ നോക്കി അവനോട് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. തോമാസിലേക്ക് പറയുന്നു ഈശോ ദൈവമാണെന്ന്, ഈശോ കർത്താവാണെന്ന്, ഈശോ യാഹോവയാണെന്ന്. യഹോവ സാക്ഷികൾ പറയുന്നു ഈശോ ദൈവമല്ലെന്ന്. നമ്മൾ ആരെ വിശ്വസിക്കണം? ബൈബിൾ വിശ്വസിക്കണോ? തിരുവചനം വിശ്വസിക്കണോ? യഹോവ സാക്ഷികൾ വിശ്വസിക്കണം. പെന്തക്കോസ്തക്കാർ പറയുന്നു കർത്താവിൻ്റെ അമ്മ എന്ന് എലിസബത്ത് മറിയത്തെ വിളിക്കുന്നുണ്ട്. കർത്താവിൻ്റെ അമ്മ, അദോണി എന്നാണ് ഹീബ്രു വാക്ക്. യാഹ്വ എന്നതിൻ്റെ മറ്റൊരു വാക്കാണ് അദോണി. അപ്പോൾ യാഹ്വയുടെ അമ്മ എന്നാണ്. നിങ്ങൾ ദൈവത്തിന് അമ്മയുണ്ടാക്കി വെച്ചിരിക്കുകയാണ് കത്തോലിക്കരെന്നാണ് അവർ പറയണേ. നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്നതാണോ? ലൂക്കാസിനെ സംബന്ധിച്ചിട്ടും അവിടെ സത്യവേദ പുസ്തകത്തിലില്ലേ? അവിടെ കർത്താവിൻ്റെ അമ്മ എന്ന് എഴുതിയിട്ടില്ലേ? ആ അധ്യായത്തിൽ കർത്താവ് എന്ന വാക്ക് വരുന്നത് മുഴുവൻ ദൈവമായ കർത്താവിനെ അല്ലേ? അപ്പൊ കർത്തൃമാതാവ് എന്ന് എഴുതിയിരിക്കുന്നത് തിരുവചനത്തിലല്ലേ? യഹോവ സാക്ഷികൾക്ക് എന്താ അത് മനസ്സിലാക്കാത്ത? പെന്തക്കോസ്തർക്ക് അതെന്താ മനസ്സിലാക്കാത്തത്? എല്ലാ തിരുവചനങ്ങളെയും കസ്റ്റോഡി ഞങ്ങളാന്ന് വിചാരിക്കുന്ന അവർക്ക് ഈ തിരുവചനം എന്താ മനസ്സിലാക്കാത്ത പോകുന്നത്? അപ്പോൾ അവരുടെ പ്രശ്നം എന്താണ്? പരിശുദ്ധ കന്യകാമറിയം, പൗരോഹിത്യം, കുർബാന, ഇത് മൂന്നും വളരെ ബന്ധപ്പെട്ടതാണ്. പരിശുദ്ധ കന്യകാമരത്തെ മനസ്സിലാക്കിയാലേ ആരാണ് പുരോഹിതനെ മനസ്സിലാക്കുള്ളൂ. പരിശുദ്ധ കന്യകാമരത്തെ മനസ്സിലാക്കിയാലേ എന്താണ് കുർബാന എന്ന് മനസ്സിലാക്കൂ. ഈ മൂന്ന് കാര്യങ്ങൾ അവർ നിഷേധിക്കുകയാണ്. പിന്നെ പത്രോസിന്റെ പരമാധികാരം നിഷേധിക്കുക. ഇന്നത്തെ തിരുവചനത്തെ അവർ ഖണ്ഡിക്കുകയാണ്. പത്രോസ് വെള്ളത്തിന് മീതെ കർത്താവിനെ അനുകരിച്ചുകൊണ്ട് വെള്ളത്തിന് മീതെ നടന്ന ആ സംഭവം അതിനൊന്നും അർത്ഥമില്ലെന്നാണ് അവർ പറയണത്. നിങ്ങൾ ആരെ വിശ്വസിക്കണം? തിരുവചനത്തെ വിശ്വസിക്കണോ? പെന്തക്കോസ്തക്കാരെ വിശ്വസിക്കണോ? ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പിൽ ഞാൻ നിങ്ങൾ നിർത്തുകയാണ്. തിരുവചനത്തെ വിശ്വസിക്കണോ? ദൈവസഭക്കാർ വിശ്വസിക്കണോ? നിങ്ങൾ തിരുവചനമാണ് വിശ്വസിക്കുന്നതെങ്കിൽ ഇങ്ങനെ തെറ്റിപ്പോയവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ചുമതല നിങ്ങൾക്കുണ്ട്, എനിക്കുണ്ട്. ഞാനതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ആരോടും എതിർപ്പ് കൊണ്ടോ ശത്രുത കൊണ്ടല്ല. പക്ഷേ അവരുടെ ട്രെയിനിങ് മുഴുവൻ കത്തോലിക്ക സഭയെ ആക്രമിക്കാനാണ്. അങ്ങനെ ആക്രമിച്ച് നമ്മുടെ കുഞ്ഞാടുകൾ വലിച്ചുകൊണ്ട് പോകുകയാണ് ഇല്ലേ? അപ്പോൾ അവര് കുഞ്ഞാടിന്റെ ഇല്ലേ തോലിട്ട ചെന്നായ്ക്കളല്ലേ, ഇങ്ങനെ സ്നാച്ച് ചെയ്ത് തട്ടിപ്പറിച്ച് കൊണ്ടുപോകല്ലേ? അത് സമ്മതിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ട്രെയിനിങ് നൽകുന്നത്. നമ്മുടെ ആളുകളെ അവർ പിടിച്ചോണ്ട് പോകുകയാണ്. അത് അനുവദിക്കാൻ പാടില്ല. കർത്താവിന്റെ ഹിതത്തിനെതിരാണത്. അതുകൊണ്ട് നമ്മുടെ ആടുകൾ സംരക്ഷിക്കാൻ ജീവൻ കൊടുക്കണമെന്ന കർത്താവ് പറഞ്ഞേ. നമ്മൾ ഇടയന്മാരാകണ്ടേ? മാതാപിതാക്കളും മക്കൾക്ക് ഇടയന്മാരാണ്. വികാരിച്ചൻ ഇടവക്കാർക്ക് ഇടയനാണ്. രൂപയ്ക്ക് മുഴുവൻ മെത്രാൻസിന് ഇടയനാണ്. ആരും നശിച്ചു പോകാൻ നോക്കേണ്ടത് ഇടയന്റെ ചുമതലയാണ്. ജീവൻ കൊടുത്തും പ്രാണൻ കൊടുത്തും അജഗണങ്ങൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അതിനാൽ കർത്താവ് ആരാണ്? ഈശോ ആരാണ്? ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. പെന്തക്കോസ്തക്കാർ പറയുന്നത് ശരിയാണോ? യഹോവ സാക്ഷികൾ പറയുന്നത് ശരിയാണോ?
ഇത് ഗൗരവത്തോടെ കാണണം. ഇതൊക്കെ സമുദായത്തിൽ നടക്കുകയാണ്. നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് ഇവരൊക്കെ. ആ അബദ്ധ സിദ്ധാന്തങ്ങളിൽ നിന്ന് നമ്മുടെ ആളുകളെ രക്ഷിക്കണം. അബദ്ധ സിദ്ധാന്തത്തിൽ പോയവർ തിരിച്ചു കൊണ്ടുവരണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഈ ഞായറാഴ്ച നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അതാണ്. ഒറ്റയടിക്കൊന്നും ആർക്കും മാനസാന്തരം വരില്ല. അവരിങ്ങനെ സ്റ്റബേണായിട്ട് നിൽക്കും, വാശിയായിട്ട് നിൽക്കും, ദുർവാശിയായിട്ട് നിൽക്കും. അതിന് പല കാരണങ്ങൾ കാണും. നമ്മൾ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കണം. ഒരു ദിവസം പരിശുദ്ധാത്മാവിന്റെ വെളിച്ചം അവർക്ക് കിട്ടട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.